പണ്ട് സിനിമ കണ്ട പാപം തീരാൻ പള്ളിയിൽ പോയി കുമ്പസരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന ചലച്ചിത്ര നടി ഷീല മുംബൈ കേരള ക്രിസ്ത്യൻ കൗൺസിലിന്റെ 67ാമത് വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി. 6 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ സജീവമായ നടിയും സംവിധായകയും നിർമ്മാതാവുമായ ഷീലയാണ് ഇക്കാര്യം പറഞ്ഞത്. മുംബൈയിൽ ഇത്രയേറെ മലയാളികളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവച്ചാണ് ചലച്ചിത്ര നടി ഷീല പ്രസംഗം തുടങ്ങിയത്. എന്റെ സ്വന്തം കുടുംബത്തിൽ ഉള്ള ആരോഗ്യമോ അവിടെ ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. സദസ്സിലിരുന്ന അച്ഛന്മാരെ കണ്ടപ്പോൾ ആദ്യകാല സിനിമാനുഭവമാണ് ഓർമ്മ വന്നതെന്നും ഷീല പറഞ്ഞു. അച്ഛന്മാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താ വെച്ചാൽ, തെറ്റിദ്ധരിക്കരുത്, അന്നൊക്കെ സിനിമ കാണുന്നത് പോലും ഭയങ്കരമായ ഒരു ഭാവമാണ്. എൻ്റെ അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു സിനിമ എന്നുള്ള കാര്യം. സിനിമ കാണുന്നത് പാപമായി കരുതിയിരുന്ന ഒരു കാലത്ത് അനുഭവം പങ്കുവെക്കുകയായിരുന്നു ചലച്ചിത്ര നടി. എൻ്റെ ഫാദർ എവിടെയോ പോയിരുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മയും കുറച്ച് എൻ്റെ സഹോദരിമാരും എല്ലാവരും കൂടി ആ കാലത്ത് റിലീസായ കണ്ടം വെച്ച കോട്ട് എന്നൊരു പടം കാണാൻ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യം, ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് അടിച്ച്, ഇത്രയും വലിയ പാവം ചെയ്തിരിക്കുന്നു, ഉടനെ പോയി കുമ്പസരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പള്ളിയിലേക്ക് അയച്ചു. സിനിമ കണ്ടതിന്റെ പേരിൽ പള്ളിയിൽ പോയി കുമ്പസരിക്കേണ്ടി വന്ന കഥയാണ് ഷീല ഓർത്തെടുത്തത്. അവിടെ ഒരു ഫാദർ, ആഹാ ഇത്ര വലിയ പാവമാണ് ചെയ്തിരിക്കുന്നത്, എന്നാൽ മുഴുവനായിട്ടൊരു ഒപ്പം എത്തിക്കണം എന്ന് പറഞ്ഞു. കാലമെല്ലാം മാറിയെന്നും ഇന്ന് അച്ഛന്മാർ പോലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ഷീല പറഞ്ഞു. ഇന്നത്തെ കാലം മാറി, എല്ലാം മാറി, എല്ലാ കാര്യങ്ങളും മാറിയല്ലോ. അതിൽ ഫാദർമാരും മാറി, ഫാദർമാരും അഭിനയിക്കുന്നുണ്ടോ. ചടങ്ങിൽ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ആജീവനാന്ത പുരസ്കാരം നൽകി ഷീലയെ ആദരിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ മുഖ്യാതിഥിയായിരുന്നു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.